evening all. Good evening, sir. Good evening, sir. Good evening, sir. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 38 അറ്റൻഡൻസ് ഉള്ളത് ക്ലാസ് Sir, 39. 39 ആണെന്നാണ് തോന്നുന്നത്. എങ്ങനെയാണോ? അല്ല, 39 ആണ്. 30 ഉള്ളൂ ഇപ്പൊ ഇതില്ല. അത് ചോദിച്ചേ. സെബാസ്റ്റ്യൻ ബെനി 2 അക്കൗണ്ടിന് കയറിയിട്ടുണ്ടോ? ഹലോ സാർ, വൈഫൈക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ ലാപ്പേ ഡിസ്കണക്ട് ചെയ്ത് ഫോണേ കയറിയതാ. ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഓ ശരി ശരി. 2 അക്കൗണ്ട് കാണിച്ചു. ഓക്കെ ഓക്കെ. നമ്മൾ അപ്പൊ അതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് ആർച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ് ആർച്ചസ് വരുന്നത്. കേസിൽ നമുക്ക് കണ്ടിന്യൂസ് സിസ്റ്റം ഓഫ് ആർച്ചസ് ഉണ്ടാവും. ആ കണ്ടിന്യൂസ് വോൾട്സ് എന്നുള്ള വോൾട്ട് ആർച്ചസ് എക്സ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് വോൾട്ട് ഫോംസ് ആണ് നമ്മൾ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്ററൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ആർച്ചിന്റെ ഫുൾ ലെങ്തിലും നമ്മൾ സപ്പോർട്ട്സ് പ്രൊവൈഡ് വാൾസ്. ഹലോ സർ, വോയിസ് വോയിസ് കട്ട് ആവുന്നുണ്ട്. വോയിസ് കട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ഹോൾഡ് ഓൺ. ഇപ്പോഴും വോയിസ് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഹലോ, ഇപ്പം പറയുന്നത് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഇല്ല സർ. ജസ്റ്റ് ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വോൾട്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർച്ചസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആർച്ചസ്, ഈ ആർച്ചിന് 2 സൈഡിലും 2 സപ്പോർട്ട്സ് ഉണ്ടാവും. പക്ഷേ ആർച്ചിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം, ആർച്ചിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആർച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് വോൾട്ട് എന്ന് പറയുന്നത്. VAULTS. ആൻഡ് ആർച്ചസ് വിൽ പ്രൊവൈഡ് എ ലാറ്ററൽ ത്രസ്റ്റ്, സോ ഇറ്റ് നീഡ്സ് ടു ബി സപ്പോർട്ടഡ് ലാറ്ററലി ത്രൂ ഔട്ട്. ആർച്ചസ് ലാറ്ററൽ ത്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഒരു ഗീവൺ വോൾട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ ആണെങ്കിൽ അത് ആർച്ച് ആയിരിക്കും. അതിനെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കോറിഡോറോ ഒരു ബിൽഡിങ്ങോ ഫുൾ ആർച്ച് പോലെ തന്നെ ഫുള്ള് വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വോൾട്ട് എന്നുള്ളത്. വോൾട്ട്. So a continuous series of arches deep enough to cover a 3-dimensional space.
a continuous series of arches deep enough to cover a three-dimensional space is called vault, and it gives a lateral thrust. Therefore, it needs to be supported laterally throughout. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഒരു ആർച്ച് എന്ന് പറയുന്നത് ഒരു ഒരു വോൾട്ട് എന്ന് പറയുന്നത് ഒരു ഓഫ് ആർച്ച്, ഒരു കോറിഡോർ വോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. It gives lateral thrust and it needs to be supported throughout. Clear ആണോ? ക്ലിയർ ആണ് സർ. Yes, sir. Yes, sir. ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ഇല്ല സർ, ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. Okay. So next, moving on to vault. There are 4 types of vaults. One, vault. And second one, ground vault. Third one, a rib vault. And fourth one, fan vault. And there are 4 types of vault. First one, barrel vault, ground vault, rib vault, and fan vault. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരുപാട് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഇതിന്റെ ആർക്കിടെക്ചർ ജസ്റ്റ് അത് എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, ലോഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വേണമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് അതിന്റെ ആർക്കിടെക്ചർ, ജസ്റ്റ് അതിന്റെ വ്യൂ എങ്ങനെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. ആൻഡ് ഫസ്റ്റ് വൺ, ബാരൽ വോൾട്ട്. സോ ബാരൽ വോൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഇതൊരു ആർച്ചാണ്. ആർച്ചിനെ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അതാണ് ഒരു ബാരൽ വോൾട്ട്. അതിന്റെ രണ്ട് സൈഡിലും വോൾട്ടിന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, സപ്പോർട്ട്സ് ഉണ്ട്. ആ സപ്പോർട്ടിന് പറയുന്ന പേരാണ് വോൾട്ടിന് സപ്പോർട്ടാണ് അബട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ. ഹലോ സർ, അലൻ കേറിയായിരുന്നു സർ. ലൈക്ക് എനിക്കിവിടെ വൈഫൈന് നെറ്റ് കണക്ഷൻ ഒരു ഡിസ്റപ്ഷൻ വന്നു, അത് കേറാൻ പറ്റാഞ്ഞേ. ഓക്കെ, ഞാൻ കണ്ടു. ഞാൻ അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് കേറിയത്. കണ്ടു. ഓക്കെ, ബാരൽ വോൾട്ട്. സോ നെക്സ്റ്റ് വൺ, ഗ്രൗണ്ട് വോൾട്ട്. അപ്പൊ ബാരൽ വോൾട്ടിന്റെ ഫിഗർ കണ്ടോ? ഇതിങ്ങനെ ഒരു കോറിഡോർ ഫുൾ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാരൽ വോൾട്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ as tunnel vault or a wagon vault. Tunnel vault or a wagon vault. It is an architectural element formed by extrusion of a single curve along a given line. So the ഒരു curve ആണ്, ആ curve ആണ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത്. It is an architectural element formed by the extrusion of a single curve. ഇനി ഗ്രൗണ്ട് വോൾട്ട്. ഗ്രൗണ്ട് വോൾട്ട് എന്ന് വെച്ചാൽ രണ്ട് വോൾട്ട്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് 90 ഡിഗ്രി. അതാണ് ഗ്രൗണ്ട് വോൾട്ട്. സോ ഫസ്റ്റ് വോൾട്ട് ഇതാണ്ടേ, ഇതിങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് പോകുന്നു. സെക്കൻഡ് വോൾട്ട്. അപ്പോൾ ഈ രണ്ട് വോൾട്ടും 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് വോൾട്ട്സ് 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രൗണ്ട് വോൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ് 2 barrel vault at right angles. Intersection of 2 barrel vault at right angles. Next one, rib vault. അപ്പോൾ റിബ് വോൾട്ട് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കൂടി ടോപ്പില് അതാണ് അതിന് റിബ് വോൾട്ട് എന്ന് പറയുന്നത്. സോ വോൾട്ടിന്റെ ടോപ്പില്. ഓക്കെ, ഹലോ, ഇപ്പം കേൾക്കാമല്ലോ? യെസ് സർ. ജസ്റ്റ് അത് ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഈ സമയത്ത്, അതുകൊണ്ടാണ്. സോ റിബ് വോൾട്ട്. അപ്പോൾ വോൾട്ടിന്റെ ടോപ്പിൽ ഒരു ഹൊറിസോണ്ടൽ ലെയർ ഉണ്ട്.
ആ അഡീഷണൽ ലെയർ ആണ് വോൾട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ട് വോൾട്ട് പോലെ തന്നെയാണ്. എന്താണ് ഇത്? 2 വോൾട്ട്സ് ഒരു പോയിന്റിൽ 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വോൾട്ട് ആയിരിക്കണമെന്നില്ല, ചില കേസിൽ 3 വോൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. അവിടെ ആംഗിൾ 90 ഡിഗ്രി ആകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ടോപ്പിൽ ഒരു റിബ് എന്ന് പറഞ്ഞൊരു മെമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വോൾട്ട് ആണ് റിബ് വോൾട്ട്സ്, an additional member, a long piece material used to strengthening or supporting the wall. അപ്പോൾ വോൾട്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിബിന് വോൾട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ അഡീഷണൽ മെമ്പർ കൊടുത്തിട്ടുണ്ട്, റിബ് എന്ന് പറഞ്ഞൊരു മെമ്പർ. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വോൾട്സ് ആണ് റിബ് വോൾട്ട്. സോ നെക്സ്റ്റ് 4th one, ഫാൻ വോൾട്ട്. സോ ഇവിടെ നമുക്ക് ഒരു റിബ് അല്ല, ഡിഫറെന്റ് നമ്പർ ഓഫ് റിബ്സ് ഉണ്ടാവും, ഒരുപാട് നമ്പർ ഓഫ് റിബ്സ് ഉണ്ടാവും. എ ഫാൻ വോൾട്ട് ഈസ് യൂസ്ഡ് ഇൻ ഗോത്തിക് സ്റ്റൈൽ ഇൻ വിച്ച് ദ റിബ്സ് ആർ ഓൾ ഓഫ് സെയിം കർവ് ആൻഡ് സ്പേസ് ഈക്വിഡിസ്റ്റൻസ്ലി ഇൻ എ മാനർ റിസംബ്ലിംഗ് ഫാൻ. ഇപ്പോൾ കഴിഞ്ഞ കേസിൽ നമുക്ക് ഒരു റിബേ ഉണ്ടായുള്ളൂ, ഇവിടെ ഡിഫറെന്റ് നമ്പർ ഓഫ് റിബ്സ് ഉണ്ടാവും. ആൻഡ് ദ റിബ്സ് ആർ ഈക്വലി സ്പേസ്ഡ് ലൈക്ക് ഫാൻ. ഒരു നല്ലൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഉണ്ടാവും അതിന്. അങ്ങനെയുള്ളതാണ് ഫാൻ വോൾട്ട്. അപ്പോൾ വോൾട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോൾട്സ്, അതിന്റെ ഫിഗേഴ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ക്ലിയർ ആണോ 4 ടൈപ്പ് വോൾട്ട്? യെസ് സർ. പാരലൽ വോൾട്ട്, ഗ്രൗണ്ട് വോൾട്ട്, റിബ് വോൾട്ട് ആൻഡ് ഫാൻ വോൾട്ട്. അപ്പോൾ ഫിഗേഴ്സ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഫിഗേഴ്സ് വരയ്ക്കുക. സർ ബാരൻ വോൾട്ട് ഒന്നുകൂടി ഒന്ന് പറയോ? സോ ബാരൽ വോൾട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആർച്ച്, ആ ആർച്ച് ഫുൾ ആയിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്, അതാണ് ബാരൽ വോൾട്ട്. ഒരു ടണൽ പോലെ അല്ലെങ്കിൽ ഒരു വാഗൺ പോലെ. ഇപ്പൊ ടണലിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആയിരിക്കത്തില്ലേ, ഫുൾ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ പോലെ ആയിരിക്കില്ലേ, അതാണ് ബാരൽ വോൾട്ട്. ഒരു ആർച്ച് ഫുൾ ആയിട്ട് അതേ കണക്ക് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, അതാണ് ബാരൽ വോൾട്ട്. ടണലിന്റെ ഇന്നർ സർഫസ് പോലെ, അതുകൊണ്ടാണ് അതിന് ടണൽ വോൾട്ട് എന്നും പറയുന്നത്. സെക്കൻഡ്, നെക്സ്റ്റ് വൺ, ഡോംസ്. ഡോംസ് അപ്പോ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്നതാണ് ഒരു ഡോം എന്ന് പറയുന്നത്. സോ ഡോം നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു റൂഫ് സ്ട്രക്ചർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി നമ്മൾ ഡോംസ് കാണുന്നത് ചർച്ചസിന്റെ അല്ലെങ്കിൽ മോസ്കിലും ഒക്കെയാണ് ഡോംസ് കാണുന്നത്. അവിടെ നമ്മളൊരു ആർക്കിടെക്ചറൽ പർപ്പസ്, ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ചില കേസിൽ നമുക്ക് ഡോംസ് മാത്രമേ റൂഫ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഒരു വലിയ സ്റ്റേഡിയം ഫുൾ ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഫ്ലാറ്റ് റൂഫ് ഒന്നും പറ്റില്ല. ഇഫ് യു ആർ പ്രൊവൈഡിങ് ഫ്ലാറ്റ് റൂഫ്, നമുക്ക് ഒരുപാട് ബീംസും കോളംസും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പോ ഇതെന്താണ്? ഇതൊരു ഡോം ആണ്. ഇപ്പൊ ഡോമിന് പകരം ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ സ്ലാബ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ റൂഫ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഹൊറിസോണ്ടൽ റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ ബീംസ് പ്രൊവൈഡ് ചെയ്യണം. ഞാൻ ബീംസിനെ സപ്പോർട്ട് ചെയ്യാൻ താഴത്തേക്ക് കോളം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബീംസും കോളവും ഇതിനുള്ളിൽ വരും. അപ്പോൾ ബീംസും കോളംസും, ലാർജ് നമ്പർ ഓഫ് ബീംസും കോളംസും ഒരു സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ സ്പേസ് ഇൻസൈഡ് ദ ബിൽഡിംഗ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ യൂട്ടിലിറ്റി ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡോംസ് ആണ് അവിടെ ഒരു കവറിംഗ് സർഫസ്, ഒരു റൂഫ് സർഫസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സോ ഇങ്ങനെ വരയ്ക്കുന്നതായിരുന്നു നമ്മുടെ ഒരു ആർച്ച്. ആർച്ചിന്റെ ബേസ്, ആ ബേസ് ഫുള്ളായിട്ട് എടുത്ത് ഒരു സർക്കുലർ ഷേപ്പ് പോലെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡോം ആയിട്ട് മാറും, ഡോംസ്. അപ്പോൾ ഡോംസ് നമ്മൾ പെർഫോം ചെയ്യുന്നത് കവറിംഗ് സർഫസ് ആയിട്ടാണ്. യൂഷ്വലി നമ്മൾ സ്റ്റേഡിയത്തിന്റെ ഒക്കെ കവർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഡോംസ്, ഇറ്റ് ഈസ് എ ഹെമിസ്പെറിക്കൽ സ്ട്രക്ചർ ഇവോൾവ്ഡ് ഫ്രം ആർച്ച്. ഡോം എക്സേർട്സ് ത്രസ്റ്റ് ഓൾ റൗണ്ട് ഇറ്റ്സ് പെരിമീറ്റർ. അപ്പോൾ ഡോംസിന്റെ ആ പെരിമീറ്റർ സർഫസിലാണ് ഡോംസിന്റെ വെയിറ്റ് വരുന്നത്. സോ ഇറ്റ് റിക്വയർസ് ഹെവി സപ്പോർട്ടിംഗ് വാൾസ് യൂസ്ഡ് വെൻ എ റൂഫ് ഈസ് നീഡഡ് ഓവർ എ very large area such as a sports stadium or when a circular structure is decided for aesthetic or utility purpose. Provides large open spaces and is not convenient for two-story complex, and it requires high construction and design cost.
So next, moving on to different parts of a dome. അപ്പോ സോ ഈ ഒരു സർഫസ് ഡോമിന്റെ ഈ സർഫസിന് പറയുന്ന പേരാണ് ക്യൂപോള. ക്യൂപോള. A small dome-like structure on the top of the building is known as cupola. ഈ ഡോമിന്റെ മുകളിൽ കാണുന്ന പോർഷൻ ലാന്റേൺ, എ ഡേ ലൈറ്റ് എലമെന്റ് എബോ ദ ക്യൂപോള. അപ്പോൾ നമ്മുടെ ഡോമിന്റെ മുകളിൽ കാണുന്ന ആ സ്ട്രക്ചർ ആണ് ലാന്റേൺ. ലാന്റേൺ. ഇനി ഡോംസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഡോംസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോർഷൻ ആണ് തൊളാബേറ്റ്, ഡ്രം എന്നും പറയും. അപ്രൈറ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ഓൺ വിച്ച് ഡോം ഈസ് റേസ്ഡ്. അപ്പൊ ഡോംസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻ ആണ് തൊളാബേറ്റ് എന്ന് പറയുന്നത്, ഡ്രം. സോ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോംസ് ആണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കേണ്ട. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോംസിന്റെ പേര് പഠിക്കുക, അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ആ ഒരു സ്ട്രക്ചർ വ്യൂ മാത്രം പഠിക്കുക. ഈ പെന്റേറ്റീവ്സും സ്ക്വിഞ്ചസും എന്ന് പറയുന്നത് ഡോംസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് ആണ് പറയുന്നത്. അപ്പോ ഇതാണ് ഡോംസ്. ആ ഡോംസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് ഷെയ്ഡഡ് റീജിയൻ ആണ് പെന്റേറ്റീവ്സ്. ഇവിടെ സ്ക്വിഞ്ചസ് ദാണ്ട് ഈ ഒരു പോർഷൻ, ആ ഡോംസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോർഷൻ, അതിനെയാണ് സ്ക്വിഞ്ചസ്. ഡോംസിനെ സപ്പോർട്ട് നിൽക്കുന്ന പോർഷൻ, അതാണ് സ്ക്വിഞ്ചസ്. ഈ ഫിഗറും ആ പേരുകളും മാത്രം പഠിച്ചാൽ മതി. ഇനി നമുക്കൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോംസ് ഒക്കെ ഉണ്ട്. ബീഹൈവ് ഡോം. ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ഡോംസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ആൻഡ് സിലബസിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ബീഹൈവ് ഡോം. ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ഡോം and it consists of purely horizontal layers. It consists of purely horizontal layers. ഇതൊരു ലെയർ, അതിന്റെ മുകളിൽ അടുത്ത ലെയർ, അതിന്റെ മുകളിൽ അടുത്ത ലെയർ. It's just a layer consists of purely horizontal layers. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയിരിക്കുകയാണ്. അതാണ് ബീഹൈവ് ഡോം. ബീഹൈവ് ഡോംസ്. ഇനി ബ്രേസ്ഡ് ഡോം. സിംഗിൾ ലെയർ സ്പേസ് ഫ്രെയിം ഇൻ ദ ഫോം ഓഫ് എ ഡോം. Single layer space frame in the form of a dome. Braced domes. Geodesic dome. ഇപ്പൊ ജിയോഡെസിക് ഡോം എന്ന് വെച്ചാൽ ഇതാണ്. ഈ ഫിഗർ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ഇവിടെ ഡോംസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കണ്ടോ ട്രയാങ്കുലർ മെമ്പേഴ്സ് ഉണ്ടാവും. ഈ ഓരോ ട്രയാങ്കുലർ മെമ്പേഴ്സ് ഇപ്പൊ ഒരു വലിയ സ്ട്രക്ചർ ആകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ട്രയാങ്കിൾസ് പോലെ മെമ്പേഴ്സ് ഉണ്ടാവും. ഞാൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതെ, ഇങ്ങനെ ട്രയാങ്കുലർ മെമ്പേഴ്സ് ഒരുപാടുണ്ടാവും. ആ ട്രയാങ്കുലർ മെമ്പേഴ്സിന്റെ മുകളിലാണ് നമ്മൾ ഡോം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡോംസിനെയാണ് നമ്മൾ ജിയോഡെസിക് ഡോം എന്ന് പറയുന്നത്. ജിയോഡെസിക് ഡോം. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് വലിയ കോംപ്ലക്സുകളും വലിയ ബിൽഡിങ്സും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാത്രമേ അതുകൊണ്ട് അവിടെ മെയിൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ അത് ആ സ്ട്രക്ചർ ഒരുപാട് ലോഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. ജിയോഡെസിക് ഡോം. The spherical structure with interlinked triangles or polygons which act as a sturdy framework. Lightweight triangular or polygonal facet consists of either skeletal trusses or flat planes. Members are laterally in tension. ഇതൊന്ന് ഓർത്തിരുന്നോണം, ടെൻഷനും കംപ്രഷനും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. The members are laterally in tension. ടെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? The forces are acting away from the members. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ട്രയാങ്കുലർ മെമ്പേഴ്സ് ഉണ്ട്. ആ ട്രയാങ്കുലർ മെമ്പേഴ്സിന്റെ മുകളിലാണ് നമ്മുടെ ഡോംസ് റെസ്റ്റ് ചെയ്യുന്നത്. The triangular members are subjected to tension. എന്നുവെച്ചാൽ the forces are moving away from the members. Then the stresses are distributed within the structure itself. ഇപ്പൊ സ്ട്രെസ്സസ് എന്താന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്, ഇപ്പോഴൊന്നും ഓർക്കണ്ട. സ്ട്രെസ്സസ് ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് ഡെവലപ്പ് സ്ട്രെസ് പറയുന്നത്. മന്ദിർ. സോ ഡോംസ് ക്ലിയർ ആണോ? എന്താണ് ഡോംസ് എന്നുള്ളത്? സോ ഡോംസ് പഠിക്കുമ്പോൾ ഡോംസിന്റെ പാർട്സ് പഠിക്കുക, അതിന്റെ മെമ്പേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നമുക്കൊരു 5 മാർക്സിനൊക്കെ ചോദിക്കുള്ളൂ ഡോംസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ. സോ നെക്സ്റ്റ് പറയാമോ? ക്ലിയർ ആണോ?
സർ ഡോംസ് ഒന്നുകൂടി പറയോ? എന്റെ നെറ്റ് പോയിരുന്നു അതുകൊണ്ട്. ഫുള്ളും പറയണോ? അത് ഒരുപാടുണ്ട്. ചെറുതാക്കി പറഞ്ഞാൽ മതി. ഓക്കെ. സോ ഈ ഒരു സ്ട്രക്ചറിനെയാണ് ഡോം എന്ന് പറയുന്നത്. One second. സോ ഈ കാണുന്ന സ്ട്രക്ചർ ആണ് ഡോം, മെർസിലസ് ബെൻസ് സൂപ്പർ ഡോം എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഡോംസ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണ ഗതിയിലുള്ള ഫ്ലാറ്റ് റൂഫുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഡോംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റേഡിയംസ്. ഇപ്പോൾ സ്റ്റേഡിയത്തിന് ഉള്ളിൽ വലിയൊരു ഓപ്പൺ സ്പേസ് ആയിരിക്കും. ആ വലിയ ഓപ്പൺ സ്പേസിനെ കവർ ചെയ്ത് ഒരിക്കലും ഫ്ലാറ്റ് റൂഫ് പോസിബിൾ ആകില്ല. ഫ്ലാറ്റ് റൂഫ് പോസിബിൾ ആകാത്ത കാര്യം ഇഫ് യു ആർ പ്രൊവൈഡിങ് ഫ്ലാറ്റ് റൂഫ്. സോ ഒരു ഫ്ലാറ്റ് റൂഫ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ ബീംസും കോളംസും വേണം. അപ്പൊ ബീംസും കോളംസും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരുപാട് കോളംസ് വരും. ആ കോളംസ് വന്നു കഴിഞ്ഞാൽ റൂമിനുള്ളിലെ സ്പേസ് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഡോംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ കണ്ടു, ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് കോളംസ് ഉണ്ടാവും. ഫ്ലാറ്റ് റൂഫ്, ഇതൊരു ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ആ ഫ്ലാറ്റ് റൂഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരുപാട് കോളംസ് ഉണ്ടാവും. അപ്പോൾ ഈ കോളംസ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഡോംസ് യൂഷ്വലി വരുന്നത് നമ്മുടെ ചർച്ചസ്, മോസ്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഡോംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇറ്റ് ഇസ് ഹെമിസ്പെറിക്കൽ സ്ട്രക്ചർ and the dome exerts thrust all around its perimeter. Just ആ പോയിന്റ്സ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഡോംസിന്റെ പാർട്സ് ആണ് അടുത്തത്, ഡോംസിന്റെ പാർട്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ, ഡോമിന്റെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്യൂപോള എന്ന് പറയുന്നത്. ക്യൂപോള. ലാന്റേൺ എന്ന് പറഞ്ഞ പോർഷൻ എന്ന് വെച്ചാൽ ഡോമിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ഈ ഒരു പോർഷനാണ് ലാന്റേൺ. നമുക്ക് ഡേ ലൈറ്റ് ഒക്കെ ഉള്ളിലേക്ക് വരാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ട്രാൻസ്പെറന്റ് ആയിരിക്കും. അപ്പൊ ഡേ ലൈറ്റ് ഫുള്ള് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വരും. ലാന്റേൺ. തോളാബേറ്റ് എന്ന് വെച്ചാൽ ഡോമിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ. അതാ ഈ ഒരു മെമ്പറിനെയാണ് തോളാബേറ്റ് അല്ലെങ്കിൽ ഡ്രം എന്ന് പറയുന്നത്. സോ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോംസിന്റെ ഡിഫറെന്റ് ഷേപ്സ് ആണ് പറയുന്നത്. ഈ പെൻഡേറ്റീവ്സും സ്ക്വിഞ്ചസും ഡോമിനെ സപ്പോർട്ട് ചെയ്യുന്ന പോർഷൻസ് ആണ് പെൻഡേറ്റീവ്സും സ്ക്വിഞ്ചസും. ഇപ്പോൾ ഇവിടെ ഈ ഡാർക്ക് ഷെയ്ഡഡ് പോർഷൻ ആണ് ഈ ഒരു ഡോമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡാർക്ക് പോർഷന് പറയുന്ന പേരാണ് പെൻഡേറ്റീവ്സ്. ഇവിടെ നമുക്ക് കണ്ട് ഈ ഒരു പോർഷൻ ആണ് ഡോംസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനെയാണ് സ്ക്വിഞ്ചസ് എന്ന് പറയുന്നത്. സ്ക്വിഞ്ചസ്. സർ ആ മുമ്പത്തെ പിക്ചർ പറഞ്ഞോളൂ. സർ മുമ്പത്തെ പിക്ചർ ഒന്ന് കാണിക്കോ? ഇതാണോ? ഇതാണോ സർ? ഇതില് എല്ലാ ഡോംസിലും ഇത് ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ല. അത് ഡിഫറെന്റ് ഷേപ്സ് വരുന്നുണ്ട്. കണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോംസ് വരുന്നുണ്ട്. അവിടെ ഈ ഹെമിസ്പെറിക്കൽ ഓർ പെൻഡേറ്റീവ്സ്. Hemispherical on squinges, on pendatives, on squinges. നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും വളരെ അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ബ്രീഫായിട്ട് എഴുതാൻ എക്സാമിന് ചോദിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറെ ഏതോ പേപ്പർ ഉണ്ട് ഇങ്ങനെ ആർക്കിടെക്ചർ, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ അങ്ങാണ്ട് പഠിക്കാനൊക്കെ ഉള്ളതായിട്ടുണ്ട്, S3 എന്തോ. അപ്പൊ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കും. അതുകൊണ്ടാണ് നമുക്ക് സിലബസിൽ ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെയൊക്കെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. Okay, sir. സോ ഇത് ബീഹൈവ് ഡോം. ബീഹൈവ് ഡോം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ ലെയേഴ്സ്, ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഡോം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയർ ബൈ ലെയർ. ഇപ്പൊ നമ്മൾ വീടിന്റെ വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്ന കണക്ക് തന്നെ വീടിന്റെ ഭിത്തി എങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ഓഫ് സ്റ്റോൺസ് അല്ലേ അറേഞ്ച് ചെയ്യുന്നത്.
അതേ കണക്കാണ് ദാണ്ട് ബീഹൈവ് ഡോമും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ സർക്കുലർ പോർഷനിൽ കെട്ടി 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 മുകളിൽ ഇങ്ങനെ വരുമ്പോൾ ഡോം പോലെ ഇരിക്കും. അതാണ് ബീഹൈവ് ഡോം. The braced domes, single layer space frame in the form of a dome. That is single layer space frame in the form of dome. ഈ ജിയോഡെസിക് ഡോം എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ. അതെ, ഈ കാണുന്ന ഔട്ടർ സാധനമാണ് ഡോം. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളിൽ നോക്കിയാൽ കാണാം ചെറിയ ട്രയാങ്കുലർ പീസസ് ഉണ്ട്, കുറെ ട്രയാങ്കുലർ പീസസ്. ആ ട്രയാങ്കുലർ പീസസ് അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഈ സർക്കുലർ ഡോം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലാസ് ആണ്, ഈ ഡോം ഗ്ലാസ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അകത്തെ ബിൽഡിംഗ് നമുക്ക് പുറത്ത് നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡോംസ് ആണ് നമുക്ക് ജിയോഡെസിക് ഡോം എന്ന് പറയുന്നത്. ഇതെന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസസോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ബിൽഡിങ്സോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ജിയോഡെസിക് ഡോം. സോ നമുക്കൊരു ട്രയാങ്കുലർ മെമ്പേഴ്സിനകത്ത് നമ്മൾ ഡോംസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ജിയോഡെസിക് ഡോം എന്ന് പറയുന്നത്. ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആണ്. സോ നെക്സ്റ്റ് ട്രസ്സസ്. ക്ലിയർ ആണോ? ജസ്റ്റ് എന്താണ് സാധനങ്ങളെന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ സർ. സോ നെക്സ്റ്റ് ട്രസ്സസ്. ട്രസ്സസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റൂഫ് ടോപ്പിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റൂഫിന്റെ ടോപ്പിൽ ഈ എന്താണ് റൂഫിന് ലീക്കേജ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൂഫിന് കവറിങ് കൊടുക്കും. അപ്പൊ ആ റൂഫ് കവറിങ് കൊടുക്കുന്നതാണ് ട്രസ്സസ് എന്ന് പറയുന്നത്. ട്രസ്സസ്. സോ ട്രസ്സസ് എന്ന് പറയുമ്പോൾ മെയിൻലി അതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ട്രസ്സസ് ഇതൊക്കെ ട്രസ്സസ് ആണ്. അപ്പോൾ ട്രസ് മെയിൻലി ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. രണ്ട് ഇൻക്ലൈൻ മെമ്പേഴ്സും ഒരു ഹൊറിസോണ്ടൽ മെമ്പറും ആയിരിക്കും ഒരു സിമ്പിൾ ട്രസ്സിൽ വരുന്നത്. സിമ്പിൾ ട്രസ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഇൻക്ലൈൻ മെമ്പേഴ്സ് ആൻഡ് വൺ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ്. ഇത് വരച്ച് കാണിക്കാം. സോ ഈ ഒരു മെമ്പർ ഇതിനെയാണ് ട്രസ് എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് എ ഹൊറിസോണ്ടൽ മെമ്പർ ആൻഡ് ടു ഇൻക്ലൈൻ മെമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് ഇതാണ് സിമ്പിൾ ട്രസ്. ഈ ഒരു അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. ഇനി പ്ലെയിനർ ട്രസ്. ഇപ്പോൾ ട്രസ് ലൈങ് ഇൻ എ സിംഗിൾ പ്ലെയിൻ കെപ്റ്റ് പാരലൽ ടു ഫോം റൂഫ് ആൻഡ് ബ്രിഡ്ജസ്. സോ ഇതൊരു പ്ലെയിനർ ട്രസ് ആണ്. പ്ലെയിനർ ട്രസ് ഈ കൊടുത്തിരിക്കുന്നത് അതാണ്ട് ഇതേ കണക്കൊരു അറേഞ്ച്മെന്റ് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. സോ ദേ ആർ പ്രൊവൈഡഡ് ഫോർ റൂഫ് ആൻഡ് ബ്രിഡ്ജസ്. പ്ലെയിനർ ട്രസ്. ഇറ്റ് ലൈസ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും പ്ലെയിനർ ട്രസിന്റെ അറേഞ്ച്മെന്റ്. ഇനി സ്പേസ് ഫ്രെയിം ട്രസ്. സ്പേസ് ഫ്രെയിം ട്രസ് എന്ന് വെച്ചാൽ 3-dimensional framework of members pinned at their ends. 3-dimensional എന്ന് വെച്ചാൽ എക്സും വൈയും ഇസഡ് ആക്സിസിലും എന്തുണ്ടാവും? അതിന് പോയിന്റ്സ് ഉണ്ടാവും. അതാണ് സ്പേസ് ഫ്രെയിം ട്രസ്. 3-dimensional framework of members pinned at ends. 3-dimensional framework. ഇതൊരു എക്സാമ്പിൾ ആണ്. സ്പേസ് ഫ്രെയിം ട്രസിന്റെ എക്സാമ്പിൾ ആണ് 3-dimensional members. എക്സ് വൈ ഇസഡ് ആക്സിസിൽ അതിന്റെ കോർഡിനേറ്റ്സ് ഉണ്ടാവും. സ്പേസ് ഫ്രെയിംഡ് ട്രസ്. ഇത് കണക്ക് വലിയ സ്ട്രക്ചേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് സ്പേസ് ഫ്രെയിം ട്രസ്. ഇനി ഈ ഫ്രെയിംഡ് ട്രസിനൊക്കെ പേരുകളുണ്ട്. ഇത് കിങ് പോസ്റ്റ് ട്രസ്. ഇത് നമ്മൾ വീടുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വീടുകൾ അല്ലെങ്കിൽ വലിയ ഗോഡൌൺസ് പോലുള്ളിടത്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കിങ് പോസ്റ്റ് ട്രസ്. ഇതിന്റെ അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ച് നോക്കിയോ. നമ്മൾ പറഞ്ഞു ഒരു രണ്ട് ഇൻക്ലൈൻ മെമ്പേഴ്സും ഒരു ഹൊറിസോണ്ടൽ മെമ്പറും ചേരുന്നതാണ് ഒരു ട്രസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്? അഡീഷണൽ ആയിട്ട് ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്. ഈ വരച്ചിരിക്കുന്ന ഈ വെർട്ടിക്കൽ മെമ്പറിന് പറയുന്ന പേരാണ് കിങ് പോസ്റ്റ്. ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിന് പറയുന്ന പേരാണ് കിങ് പോസ്റ്റ്. ഇനി ഈ കിങ് പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ രണ്ട് സൈഡിലും രണ്ട് ഇൻക്ലൈൻ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കിങ് പോസ്റ്റ് ട്രസ്. ഇത് റൂഫിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് ഫോർ ബിൽഡിങ്സ്. പഴയ വീടുകൾക്കൊക്കെ കിങ് പോസ്റ്റ് ട്രസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യില്ല കിങ് പോസ്റ്റ് ട്രസ്. അപ്പോൾ കിങ് പോസ്റ്റ് ട്രസ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രയാങ്കുലർ മെമ്പറിൽ ഒരു മെമ്പർ ഉണ്ടാവും. നെക്സ്റ്റ് ആണ്
നോക്കിക്കേ, നമ്മുടെ ട്രസ് എന്ന് പറയുമ്പോൾ 2 ഇൻക്ലൈൻ മെമ്പേഴ്സും ഒരു ഹൊറിസോണ്ടൽ മെമ്പർ. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്. ഈ 2 വെർട്ടിക്കൽ മെമ്പർ ആണ് ക്യൂൻ പോസ്റ്റ്. ആണ്ടേ ഇവിടെ നോക്കിയേ കാണാം. ഈ 2 വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ ക്യൂൻ പോസ്റ്റ് മെമ്പേഴ്സ്, ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്യൂൻ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് മുകളിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ബീമും ഉണ്ടാവും, താഴെ ഒരു ഹൊറിസോണ്ടൽ ബീം ഉണ്ടാവും. അപ്പോൾ ഇതും നമ്മൾ റൂഫിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ സ്പാൻ ഉണ്ടാവും. സ്പാൻ എന്ന് വെച്ചാൽ ഈ 2 സപ്പോർട്ടിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ കിങ് പോസ്റ്റിനേക്കാൾ സ്പാൻ കൂടുതലായിരിക്കും ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സപ്പോർട്ട്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പാൻ കൂടുതലാണെങ്കിൽ നമ്മൾ ക്യൂൻ പോസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 3 to 5 മീറ്റർ സ്പാൻ ഒക്കെ ആണെങ്കിൽ കിങ് പോസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ എബവ് 6 meters to 9 meters ഒക്കെ ആണെങ്കിൽ ക്യൂൻ പോസ്റ്റ് ട്രസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്യൂൻ പോസ്റ്റ് ട്രസ് ക്ലിയർ ആണോ? കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ് ഒക്കെ. യെസ് സർ. So moving on to our next topic, structural system. അപ്പോൾ സ്ട്രക്ചറൽ സിസ്റ്റം ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, പക്ഷെ അത് ഫിഗേഴ്സ് വെച്ച് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്ട്രക്ചറൽ സിസ്റ്റം. സോ ഇതാണ് നമ്മുടെ ഒരു ഫ്രെയിംഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഫ്രെയിംഡ് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ, ഫ്രെയിംഡ്. അപ്പോൾ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരെന്തായിരുന്നു? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിന് പറയുന്ന പേരെന്തായിരുന്നു? ബീം. അപ്പോൾ ഇതിൽ താണ്ടി ഈ 2 മെമ്പേഴ്സ് ബീംസ് ആണ്. താഴത്തേക്കുള്ളത് എന്താണ്? കോളംസ്. ഈ കോളത്തിന്റെ താഴെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഫൗണ്ടേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫൂട്ടിങ്സ് എന്നും പറയാറുണ്ട്, ഫൂട്ടിങ്സ്. അപ്പോൾ ഓരോ കോളത്തിന് താഴെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫൂട്ടിങ്, ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ്. അപ്പൊ ഫൂട്ടിങ്സ് കൺസ്ട്രക്ട് ചെയ്ത് ഫൂട്ടിങ്ങിന്റെ മുകളിൽ കോളം വരും. ആ കോളത്തിന്റെ മുകളിൽ എന്തുണ്ട്? ബീം വരും. ആ ബീമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബീമിന്റെ മുകളിലാണ് നമ്മുടെ റൂഫ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റൂഫ് സ്ലാബ് എന്ന് പറയും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ സ്ലാബിന്റെ വെയിറ്റ് എവിടെ വരുന്നു? ബീമിലേക്ക് വരുന്നു. ബീം ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് എവിടെ വരുന്നു? കോളത്തിലേക്ക് വരുന്നു. കോളം അത് ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്നു. ഫൗണ്ടേഷൻ അത് സോയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫൗണ്ടേഷൻ താഴത്തേക്ക് പുഷ് ചെയ്യുന്ന അനുസരിച്ച് സോയിൽ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ആ ഫൗണ്ടേഷനെ പുഷ് ചെയ്ത് നിർത്തുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബിൽഡിംഗ് താഴത്തേക്ക് താഴ്ന്നു പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചറൽ സിസ്റ്റം, ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഒരുവിധം ഇമ്പോർട്ടന്റ് ബിൽഡിങ്സ് എല്ലാം ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ലോഡ് ട്രാൻസ്ഫറിംഗ് സിസ്റ്റം ഓഫ് എ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് ബീംസ്, കോളംസ്, സ്ലാബ്സ് ആൻഡ് വാൾസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് ഈ 2 കോളത്തിനിടയിൽ വാൾസ് കൺസ്ട്രക്ട് ചെയ്യും. വാൾ കൺസ്ട്രക്ട് ചെയ്താലേ റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇതിന്റെ ഇടയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വാളിനകത്ത് വെയിറ്റ് ഒന്നും വരത്തില്ല, ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഒന്നും വരില്ല. അപ്പോൾ ഈ വാളിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ടീഷൻ വാൾ. അവിടെ നമുക്ക് ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഒന്നും ആ ഒരു വാളിലേക്ക് വരത്തില്ല, പാർട്ടീഷൻ വാൾ. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫ്രെയിംഡ് സ്ട്രക്ചർ. അപ്പോൾ എന്താണ്? ബീം കോളം അറേഞ്ച്മെന്റ് ആയിരിക്കും അവിടെ വരുന്നത്. സോ ഇതിന്റെ ലോഡ് പോകുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 way സ്ലാബ് ആൻഡ് 2 way സ്ലാബ്. ജസ്റ്റ് 2 ടൈപ്പ് സ്ലാബ് ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് S6 തോന്നുന്നു. S6 ടോസ് 5 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ടോസ് 5 4 എന്ന് അറിയില്ല. 1 way സ്ലാബും 2 way സ്ലാബും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് 2 സ്ലാബ് ഉണ്ട്, 1 way സ്ലാബ് ആൻഡ് 2 way സ്ലാബ്. അപ്പൊ നമ്മൾ റൂഫിന് നമ്മൾ പറയുന്ന പേര് റൂഫ് സ്ലാബ് എന്നാണ്.
അപ്പൊ നമ്മൾ റൂഫ് എന്ന ടേം പലപ്പോഴും യൂസ് ചെയ്യാറില്ല, പകരം നമ്മൾ പറയുന്ന പേരാണ് റൂഫ് സ്ലാബ്. അപ്പോൾ പലപ്പോഴും റൂഫ് എന്ന ടേം നമ്മൾ ഉപയോഗിക്കില്ല, സ്ലാബ് എന്നാണ് യൂസ് ചെയ്യുന്നത്. റൂഫ് സ്ലാബ് എന്നാണ് യൂസ് ചെയ്യുന്നത്. സ്ലാബ് എന്നാണ് ഈ പറയുന്ന എല്ലാം റൂഫിന്റെ സ്ലാബുകളാണ്. 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, റൂഫ് തന്നെയാണ് ഈ പറയുന്നത്. ഇനി ബീംസ്. സോ ഇതാണ് നമ്മുടെ ഒരു ബീം. ഈ ബീമിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും? ലോഡ് വരും. ലോഡ് എന്ന് വെച്ചാൽ എന്തിന്റെ ലോഡാ വരുന്നത്? റൂഫിന്റെ ലോഡ് വരും. ഈ റൂഫിന്റെ ലോഡ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബീം ദാണ്ട ഇതേ കണക്ക് ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഏറ്റവും ടോപ്പിലെ മെമ്പറിന് നീളം കൂടി, ഏറ്റവും ബോട്ടത്തിലെ മെമ്പറിന് നീളം കുറഞ്ഞു. അപ്പോ ഏത് മെമ്പറിനാണോ നീളം കൂടുന്നത് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ടെൻഷൻ. എവിടെയാണ് മെമ്പറിന്റെ നീളം കുറഞ്ഞത് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് കംപ്രഷൻ. If there is an elongation, it is called tension, and if there is a compression, if there is a reduction in length, it is known as compression. അപ്പോൾ ഇലോങ്ങേഷനും അല്ല ടെൻഷനും കംപ്രഷനും. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബീം ബെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇലോങ്ങേഷൻ ഉണ്ടാവും, ഒരു സൈഡിൽ കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇലോങ്ങേഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടെൻഷൻ എന്ന് പറയും. അവിടെ ലെങ്ത് കുറയുന്ന പോർഷൻ, താഴെ എന്താണ് ലെങ്ത് കുറയാണ്, ആ ഒരു പോർഷൻ നമ്മൾ പറയുന്നത് കംപ്രഷൻ എന്നാണ്. ഇനി ടെൻഷനും കംപ്രഷനും ഇല്ലാത്തൊരു പോർഷൻ ഉണ്ടാവും. ടെൻഷനും കംപ്രഷനും 0 വരുന്നൊരു പോർഷൻ ഉണ്ടാവും. അതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ടെൻഷനും കംപ്രഷനും 0 വരുന്നൊരു പോർഷൻ ഉണ്ട്. ഇതിന്റെ മുകളിൽ എന്താണ്? ടെൻഷൻ, താഴെ കംപ്രഷൻ. ഇത് രണ്ടും 0 വരുന്ന ഒരു പോർഷൻ ഉണ്ടാവും ഇതിന്റെ മിഡില്. അതിന് പറയുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ്. So neutral axis is a point on beam where compression and tension is 0. Compression and tension is 0. ഇനി ബീംസിന്റെ ഷേപ്പ് ആണ്. ഇറ്റ് ക്യാൻ ബി either horizontal, rectangular. ചാനൽ എന്ന് വെച്ചാൽ ഈ സി ഷേപ്പിലായിരിക്കും ചിലപ്പോൾ ബീംസ് കാണുന്നത്. അതിന്റെ സെക്ഷൻ സി ഷേപ്പ് ആയിരിക്കും. അതാണ് ചാനൽ സെക്ഷൻ. ഇനി ഐ സെക്ഷൻ എന്ന് വെച്ചാൽ ബീമിന്റെ ഷേപ്പ് ചിലപ്പോൾ ഐ പോലായിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് ഐ സെക്ഷൻ. ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, സ്ക്വയർ സെക്ഷൻ. അപ്പൊ ഈ ചാനൽ സെക്ഷനും ഐ സെക്ഷനും ഒക്കെ ഈ ടൈപ്പ് ബീംസ് വരുന്നത് യൂഷ്വലി ട്രസ്സിലാണ്. ട്രസ്സിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ചാനൽ സെക്ഷനും ഐ സെക്ഷനും ഒക്കെ യൂഷ്വലി ബീംസിനകത്താണ്, അല്ല ട്രസ്സിനകത്ത് വരുന്ന ബീംസിനകത്താണ് വരുന്നത്. ഇത്രയും പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ ബീംസ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? സോ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യോ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യാമോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയാനാണ്. കേൾക്കുന്നുണ്ട് സർ, മനസ്സിലായി. സോ നമ്മള് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫിഗർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബെൻഡിങ് ഓഫ് ബീം. ബീമിന്റെ സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ലാബിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതേ കണക്ക് ഒരു മോൾഡ് കാസ്റ്റ് ചെയ്ത് ലോഡ് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെയൊക്കെ പ്രോട്ടോടൈപ്പ് ഇതേ കണക്ക് ചെയ്ത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നതാണ് കോളംസ്. വെർട്ടിക്കൽ മെമ്പേർഡ് ആണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ കോളത്തിന്റെ ഡീറ്റെയിൽ നമ്മൾ ടോസ് 3 ആകുമ്പോൾ S3 ടോസ് 3 കോളത്തിന്റെ ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ഒന്നും വേണ്ട. കോളം എന്ന് വെച്ചാൽ എന്താന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താ കോളം എന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്, സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സ്. ഇനി ആക്സിയൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിന്റെ ആക്സിസിൽ നമ്മുടെ മെമ്പറിന്റെ ആക്സിൽ കൂടി ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെയും ക്രോസ് സെക്ഷൻ ക്യാൻ ബി either rectangular, square, circular, L shaped, I shaped, etc. It can be subjected to bending. അപ്പൊ കോളത്തില് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതേ കണക്ക് ബെൻഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിന് പറയുന്ന പേര് ബക്ലിംഗ് എന്നാണ്. ബക്ലിംഗ് ഓഫ് കോളം. BUCKLING, ബക്ലിംഗ്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കോളംസ് ബെൻഡ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേര് ബക്ലിംഗ് ഓഫ് കോളംസ്. സോ ബക്ലിംഗ് ഓഫ് കോളംസ് ടോസ് 3 നമുക്ക് ഇമ്പോർട്ടന്റ് ഒരു മോഡ്യൂൾ ഫുള്ള് ബക്ലിംഗ് ആണ്. ടോസ് 3 മൊഡ്യൂൾ 2 ബക്ലിംഗ് ആണ് വരുന്നത്.
അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഇവിടെ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. കോളംസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പർഡ് ആണ്. ഇറ്റ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് വെൻ ലോഡ് അപ്ലൈഡ് ഇറ്റ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ബക്ലിംഗ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. സോ നെക്സ്റ്റ് വൺ ആണ് സ്ലാബ്. സ്ലാബ് എന്താണ്? നമ്മൾ റൂഫിന് പറയുന്നതാണ് സ്ലാബ് എന്ന്, റൂഫ് സ്ലാബ്. സോ സ്ട്രക്ചറൽ മെമ്പർ ഹൂസ് തിക്നെസ് ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ പ്ലാൻ. അപ്പോ നമുക്ക് എന്താണ്, യൂഷ്വലി നമ്മളൊരു സ്ലാബിന്റെ തിക്നെസ് അല്ലെങ്കിൽ റൂഫിന്റെ തിക്നെസ് ഒക്കെ വരുന്നത് 15 സെന്റിമീറ്റർ ഒക്കെയാണ്. നോർമലി 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ. പക്ഷേ ലെങ്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. It is usually made up of reinforced cement concrete. എന്തായിരുന്നു reinforced cement concrete എന്ന് പറഞ്ഞു തന്നത്? ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. RCC, reinforced cement concrete. എന്തുകൊണ്ടാണ് നമ്മൾ reinforced cement concrete, plain cement concrete രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? അയൺ ബാർ ഒക്കെ ഇട്ടിട്ട് ഈ കാണുന്ന അയൺ ബാർസിന് പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോ റീഇൻഫോഴ്സ്മെന്റ് ഉള്ള കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. ഇനി റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും, അതിന് പറയുന്ന പേരാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, PCC. മറ്റേത് RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. സോ നെക്സ്റ്റ്, all superimposed load within a slab acts on slab. Action is similar to beam bending action. ഇപ്പോൾ ബീമിന്റെ ആക്ഷൻ എങ്ങനെയാണോ അത് കണക്ക് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അതാണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം, താഴെ നമ്മൾ ഈ റൂഫിനെ സപ്പോർട്ട് ചെയ്ത് ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബീംസ് അപ്പോൾ ബീംസ് കൊടുത്തിട്ടില്ലെങ്കിൽ സ്ലാബ് എന്ത് ചെയ്യും? സ്ലാബ് ഒരുപാട് അങ്ങ് ബെൻഡ് ചെയ്യും. സ്ലാബ് ഒരുപാട് ബെൻഡ് ചെയ്താൽ ക്രാക്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്, wall. Vertical member with length and height much greater than its thickness. So length ഹൈറ്റ് എന്താണ്? തിക്നെസ്സിനേക്കാളും കൂടുതലാണ്. ഒരു വാളിന്റെ യൂഷ്വൽ തിക്നെസ് 20 സെന്റിമീറ്റേഴ്സ് ആണ്. നമ്മൾ ക്ലേ ബ്രിക്ക് ചുടുകട്ട വെച്ച് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും വാളിന്റെ തിക്നെസ്. നമുക്ക് വാൾസ് ലോഡ് ബെയറിംഗ് ഓർ നോൺ ലോഡ് ബെയറിംഗ് വാൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിനകത്ത് വരുന്ന വാൾസിൽ എന്ത് വരില്ല? ലോഡ് ആക്ട് ചെയ്യില്ല. ലോഡ് വരുന്നത് ബീമിലും കോളത്തിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാൾസിന് പറയുന്ന പേരാണ് നോൺ ലോഡ് ബെയറിംഗ് വാൾസ്. നോൺ ലോഡ് ബെയറിംഗ് വാൾസ്. അപ്പൊ അതിന് പറയുന്ന പേരും പറഞ്ഞു, പാർട്ടീഷൻ വാൾ. പാർട്ടീഷൻ വാൾ. ഇനി ഞാൻ പറയുന്നത് ലോഡ് ബെയറിംഗ് വാൾ. അപ്പൊ ലോഡ് ബെയറിംഗ് വാൾ ആണെങ്കിൽ വാളിൽ എന്ത് വരും? ബിൽഡിങ്ങിന്റെ വെയിറ്റ് വരും. അപ്പൊ അവിടെ നമുക്ക് കോളംസ് ഉണ്ടാകത്തില്ല. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ, ഇപ്പൊ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ വീട്ടിൽ കോളംസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ ചില ആൾക്കാർ വീട് വെക്കുമ്പോൾ ബീമും കോളവും ഒക്കെ വെച്ച് ചെയ്യും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുമ്പോഴും എന്താണ്? വീടിന്റെ വെയിറ്റ് വരുന്നത് ഭിത്തിയിലാണ്, കോളംസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വാൾസ് ആണ് ലോഡ് ബെയറിംഗ് വാൾസ്. ലോഡ് ബെയറിംഗ് വാൾസ്, ബിൽഡിങ്ങിന്റെ വെയിറ്റ് മുഴുവൻ വരുന്നത് വാളിലായിരിക്കും. അതാണ് ലോഡ് ബെയറിംഗ് വാൾസ്. സോ ഇറ്റ് സപ്പോർട്ട്സ് ഗ്രാവിറ്റി ലോഡ്. ഇനി നമുക്കൊരു ഷിയർ വാൾ എന്നൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ആ ഷിയർ വാളും എന്താണ്? ലോഡ് ബെയറിംഗ് വാൾസ് ആണ്. ലോഡ് ബെയറിംഗ് വാൾസ്. സോ വാൾസ് ഒക്കെ ക്ലിയർ ആണോ? Yes, sir. Yes, sir. സോ നെക്സ്റ്റ് നമ്മൾ സസ്പെൻഡേഴ്സ്. അപ്പോൾ സസ്പെൻഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഹാങ് ചെയ്തിട്ട് ഈ മെമ്പേഴ്സ് അപ്രൈറ്റ് മെമ്പേഴ്സ് ആണ്. വെർട്ടിക്കൽ എലമെന്റ് ടു സസ്പെൻഡ് ഫ്ലോ സ്ലാബ് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഫ്രം എ സെൻട്രൽ കോർ. അപ്പോൾ ഇത് കണക്ക് വരാന്ത പോർഷൻസിനെയൊക്കെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്താനാണ് സസ്പെൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടെൻഷൻ മെമ്പർ. എന്തുകൊണ്ടാണ് ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത്? ഇതിനെ രണ്ടിടത്ത് എന്താണ്? ഫോഴ്സ് പുറത്തേക്കായിരിക്കും പുഷ് ചെയ്യുന്നത്. ഒരു ഇലോങ്ങേഷൻ പ്രോപ്പർട്ടി ആണ് ഈ സസ്പെൻഡേഴ്സിനുള്ളത്. അപ്പോൾ അങ്ങനെ ഇലോങ്ങേഷൻ പ്രോപ്പർട്ടി വരുന്നത് കൊണ്ടാണ് അതിനെ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ടെൻഷൻ മെമ്പേഴ്സ്. സോ യൂഷ്വലി ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കേബിൾസ് ആർ യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ്. ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കേബിൾസ് ആർ യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ്. സസ്പെൻഷൻ ബ്രിഡ്ജസ് കണ്ടിട്ടില്ല എല്ലാവരും? സസ്പെൻഷൻ ബ്രിഡ്ജസ്. Yes, sir. Yes, sir. ഇതാണ്ടേ ഇവിടെ എന്താ ചെയ്യുന്നേ? ഈ ഒരു
റോഡ് വേ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്? ഈ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നത് ഈ വലിയൊരു റോപ്പാണ്. അപ്പൊ ആ റോപ്പിലേക്ക് ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണ് സസ്പെൻഡേഴ്സ് എന്ന് പറയുന്നത്. സസ്പെൻഡേഴ്സ്. അപ്പോൾ സസ്പെൻഡഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ യൂഷ്വലി പറയുന്ന സസ്പെൻഡഡ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്ന സസ്പെൻഷൻ ബ്രിഡ്ജ്. അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ബീമോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ല കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ബ്രിഡ്ജ് കൊടുക്കണമായിരുന്നു? ഒന്നെങ്കിൽ ആർച്ച് കൊടുക്കണമായിരുന്നു ബോട്ടത്തില്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ബീമും അതിന്റെ താഴെ കോളവും കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും പോസിബിൾ അല്ല. ഇപ്പോ ഇത് കണക്ക് റോഡിന്റെ താഴെ ആർച്ച് കൊടുക്കുന്നത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ ഹൊറിസോണ്ടൽ ബീമും ബീമിന്റെ താഴെ കോളവും. ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹൊറിസോണ്ടൽ ബീമും താഴെ കോളംസും അത് കണക്ക് ആർച്ചും, ഇതിനകത്ത് ഈ രണ്ടാമത്തെ ഏതാ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ? ഈ ഒരു കൺസ്ട്രക്ഷൻ ആണോ അതോ ഈ ആർച്ച് കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ ആണോ? ഏതാ നല്ലത്? ഏതായിരിക്കും ഒരുപാട് സേവിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ. ആർച്ച് പഠിപ്പിച്ചപ്പോൾ ആർച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. ആർച്ചസ് ആണ്. സോ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ വലിയ നീളം കൂടിയ ബ്രിഡ്ജസ് ഒക്കെ നോക്കിയാൽ ആ ബ്രിഡ്ജിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കണക്ക് ആർച്ചസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് കണക്ക് ചെറിയ പാലങ്ങളൊക്കെ ആണെങ്കിലേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹൊറിസോണ്ടൽ അതിന്റെ താഴെ ഇങ്ങനെ കോളംസും കൊടുത്തിരിക്കുന്നത്. ആർച്ചസ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. ബിക്കോസ് ആർച്ചിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് ഒരു ആർച്ച്. ആർച്ചിനകത്ത് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ബെൻഡിങ് വളരെ കുറവായിരിക്കും. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ബെൻഡിങ് വരും, പക്ഷെ ബെൻഡിങ് വളരെ കുറവാകും. ബെൻഡിങ് മൊമെന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സ്പാൻ ആണ്. അതിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്താൽ അത് ഒരുപാട് അങ്ങ് ബെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ബെൻഡിങ് ഏറ്റവും കൂടുതൽ കുറവ് വരുന്നത് എവിടെയാണ്? ആർച്ചിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആർച്ചസ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ്ട് ഈ ആർച്ച് ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയേ, അതേ കണക്കല്ലേ ഇവിടെ സസ്പെൻഷൻ കേബിൾ നിൽക്കുന്നത്. അപ്പോൾ ആർച്ചസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടൈപ്പ് സസ്പെൻഷൻ ബ്രിഡ്ജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കും. നമുക്ക് 5th മോഡ്യൂളുണ്ട്. ഇപ്പോൾ 5th മോഡ്യൂൾ നമ്മൾ പഠിക്കും ബെൻഡിങ് മൊമെന്റ് എന്താണ്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബെൻഡിങ് കുറവ് വരുന്നത് ആർച്ചസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിഡ്ജസിന്റെ താഴെ ആർച്ചസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എവിടെങ്കിലും പോകുമ്പോൾ നോക്കിയാൽ മതി പാലങ്ങളുടെ താഴെ എങ്ങനെയാണ്. പക്ഷേ ഹൊറിസോണ്ടൽ സ്പാൻ ആണെങ്കിൽ അവിടെ ബെൻഡിങ് കൂടുതലായിരിക്കും. അപ്പൊ ചെറിയ പാലങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ചെറിയ കല്ലിങ്കുകൾ പോലുള്ള ചെറിയ പാലങ്ങൾക്ക് മാത്രമേ എന്ത് കൊടുക്കുകയുള്ളൂ? ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്പാൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? സസ്പെൻഡഡ് സ്ട്രക്ചേഴ്സ്. സോ നെക്സ്റ്റ് ഫ്ലോർ സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് വാൾ സപ്പോർട്ടഡ് സ്ലാബ് സിസ്റ്റം. അപ്പോൾ എന്താണ്? ഇതൊരു റൂഫാണ്. ആ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ലാബ് ആണ്. സ്ലാബ് സപ്പോർട്ടഡ് ഓൺ 2 sides. സോ 1 way സ്ലാബ് സപ്പോർട്ടഡ് ഓൺ 2 sides. ഈ 2 സൈഡിലാണ് നമ്മുടെ റൂഫിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1 way സ്ലാബ്. ലോഡ് ഡയറക്ഷൻ ഇൻ 1 direction. ഇനി നോക്കിക്കേ, ഇത് 2 way സ്ലാബ്. സ്ലാബ് സപ്പോർട്ടഡ് ഓൺ 4 sides. നമ്മുടെ റൂഫ് 4 ഭിത്തികളിലേക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ലോഡ് ക്യാരിഡ് ഇൻ 2 directions. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ ലോഡ് ക്യാരി ചെയ്യുന്നു, ഈ ഒരു ഡയറക്ഷനിൽ ലോഡ് ക്യാരി ചെയ്യുന്നു. അപ്പൊ 2 way സ്ലാബ്സ്. അപ്പോൾ 4 സൈഡിൽ സപ്പോർട്ട്സ് ഉണ്ട്. ഇവിടെ 1 way സ്ലാബിൽ 2 സൈഡിലെ സപ്പോർട്ട്സും, 2 way സ്ലാബിൽ 4 സൈഡിലും സപ്പോർട്ട്സ്. So next one, beam supported slab system. So beam supported slab system. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ബീംസ് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ ബീംസിന്റെ താഴെ എന്താ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 2 way സ്ലാബ് നോക്കിക്കേ. 2 way സ്ലാബ് ആണെങ്കിൽ എന്താണ്? നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട്
കോളംസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2-way സ്ലാബ്. എന്തുകൊണ്ടാണ് അവിടെ അഡീഷണൽ നമ്പർ ഓഫ് കോളംസ് വരുന്നതെന്ന് വെച്ചാൽ 2-way സ്ലാബിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ അഡീഷണൽ ആയിട്ട് ഒരു കോളംസും കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഫിഗേഴ്സും അതിന്റെ ലോഡ് എങ്ങനെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അത് എനിക്ക് തോന്നുന്നു ടോസ് 6-ലോ 5-ലോ എന്തോ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഫിഗേഴ്സും ലോഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നു അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടോസ് 1-ൽ പഠിച്ചാൽ മതി. സോ അതിന്റെ ഫിഗേഴ്സ് ആണ്. ഇനി ഫ്ലോർ സിസ്റ്റം, ഫ്ലാറ്റ് പ്ലേറ്റ് സിസ്റ്റം. ഫ്ലാറ്റ് പ്ലേറ്റ് സിസ്റ്റം ഇവിടെ കണ്ടോ, ഇവിടെ ബീംസ് ഇല്ല, കോളംസ് മാത്രമേ ഉള്ളൂ. അതാണ് ഫ്ലാറ്റ് പ്ലേറ്റ് സിസ്റ്റം. ഫ്ലോർ ഡയറക്ട്ലി സപ്പോർട്ടഡ് ഓൺ കോളം. അപ്പോൾ നമ്മൾ ഇതിനെ റൂഫ് തന്നെയാണ് ഇത്, പക്ഷെ ഫ്ലോറെന്നും റൂഫെന്നും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. ഈ ഏറ്റവും ബോട്ടം വരുന്ന പോർഷൻ നമ്മൾ എന്തോ പേര് പറയും? ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇതെന്തുവാ ഈ പോർഷൻ? ഈ ഒരു പോർഷൻ ഞാനിപ്പോ ആരോ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ എന്താ? ഫസ്റ്റ് ഫ്ലോർ. ഇത് സെക്കൻഡ് ഫ്ലോർ. അപ്പൊ ഇതെന്ത് വരും? ഏറ്റവും ടോപ്പിൽ കാണുന്ന എന്ത് വരും? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, റൂഫ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? തേർഡ് ഫ്ലോർ സ്ലാബ് എന്നും പറയും. അപ്പൊ യൂഷ്വലി ഏറ്റവും മുകളിൽ വരുന്നതിന് നമ്മൾ റൂഫ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ റൂഫ് സ്ലാബ് എന്ന് പറയും. ഇപ്പൊ ഫ്ലോർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെന്താണ്? നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോറും റൂഫും എല്ലാം ഏകദേശം സെയിം സാധനങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മുടെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നനുസരിച്ച് പേര് മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റോറി ഉള്ളെങ്കിൽ എന്താണ്? ഇത് റൂഫാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റോറീഡ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഫ്ലോർ. അപ്പൊ ഗ്രൗണ്ട് പ്ലസ് 2 സ്റ്റോറീഡ് ഉണ്ട്. G+2 ബിൽഡിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതെന്താ? ഇത് ഫസ്റ്റ് ഫ്ലോർ ആയി, ഇത് സെക്കൻഡ് ഫ്ലോർ ആയി, സ്ലാബ് ഡയറക്ട്ലി സപ്പോർട്ടഡ് ഓൺ കോളംസ്. ഇവിടെ എന്താണ്? ബീംസ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഇല്ല. ബീംസ് ആബ്സെന്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫ്ലാറ്റ് പ്ലേറ്റ് സിസ്റ്റം. സോ ഇതാണ്ടേ നിങ്ങൾക്ക് ഫിഗേഴ്സ് കാണാം നമ്മൾ എങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബീംസ് എന്ന് പറഞ്ഞ ബീംസ് ആബ്സെന്റ് ആണ്, കോളംസിലാണ് നമുക്ക് സ്ലാബ് ഫുള്ള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോർ സിസ്റ്റം, ഫ്ലാറ്റ് സ്ലാബ് സിസ്റ്റം. സോ ചില കേസിൽ ഇത് കണ്ടോ, കോളത്തിന്റെ മുകളിൽ ഈ ഒരു മെമ്പർ കോളം ഇങ്ങനെ ജസ്റ്റ് ഒരു കപ്പ് ഷേപ്ഡ് പോലെ നിൽക്കുന്നതും കാണാം. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡ്രോപ്പ് പാനൽ, കോളം ക്യാപിറ്റൽ. അപ്പോൾ ഈ ഡ്രോപ്പ് പാനലിന്റെ മുകളിൽ ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവും, അതാണ് കോളം ക്യാപിറ്റൽ. അപ്പൊ ഡ്രോപ്പ് പാനൽസും കോളം ക്യാപിറ്റൽസും ചില കേസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഏതാ കേസ് എന്ന് വെച്ചാൽ ചിലപ്പോ സ്ലാബിന്റെ വെയിറ്റ് ഒരുപാട് കൂടുതലായിരിക്കും, പക്ഷേ നമ്മൾ ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ കേസിലാണ് നമ്മൾ ഡ്രോപ്പ് പാനൽസും കോളം ഡ്രോപ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രോപ്പ് പാനൽസും കോളം ഡ്രോപ്പും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അനുസരിച്ച് ബീംസ് ഫുൾ ആബ്സെന്റ് ആയിരിക്കും, കോളംസ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. സോ ഫ്രെയിംഡ് സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ബീംസും കോളംസും വെച്ച് നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. ഇതൊരു ഫ്രെയിംഡ് ബിൽഡിംഗ് അനാലിസിസ് ആണ്. നോക്കിയേ കാണാം, നമുക്ക് ബീമും കോളവും മാത്രമേ ഉള്ളൂ. ഇനി ഫുൾ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഡിഫറെന്റ് റൂംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ബ്രിക്ക് വർക്ക് ചെയ്യും. അപ്പൊ അവിടെ ബ്രിക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാർട്ടീഷൻ വാൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഷിയർ വാൾസ്. ഷിയർ വാൾസ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഷിയർ വാൾസിന്റെ ഫംഗ്ഷൻ ഒക്കെ ഓർക്കുന്നുണ്ടോ? എവിടെയൊക്കെ നമ്മൾ ഷിയർ വാൾസ് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. എർത്ത് ക്വേക്കിന്റെയും വിൻഡിന്റെയും എഫക്റ്റ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി ഷിയർ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വലിയ ഓപ്പണിങ്സിലൊക്കെ നമ്മൾ ടോപ്പ് ടു ബോട്ടം
ഫുൾ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എവിടെയാണോ ഫുൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷൻ അവിടെ നമ്മൾ ഫുൾ കോൺക്രീറ്റ്, ടോപ്പ് ടു ബോട്ടം വാൾ കോൺക്രീറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് ഷിയർ വാൾ എന്ന് പറയുന്നത്. അതേ കണക്ക് ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന വാളും കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. ബിക്കോസ് ലിഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എക്സേർട്ട് എ ഫോഴ്സ് ഓൺ വാൾ. അപ്പോൾ വാൾസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഷിയർ വാൾസ് ആയിരിക്കും. അപ്പോൾ ഷിയർ വാൾസ് ആകുമ്പോൾ നമുക്ക് ആ മൂവിങ് ലോഡിന്റെ അല്ലെങ്കിൽ മൂവിങ് സ്ട്രക്ചറിന്റെ എഫക്റ്റ് അത് വിസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ എർത്തുക്വേക്കിനെ പ്രിവെന്റ് ചെയ്യാനും വിൻഡിനെ പ്രിവെന്റ് ചെയ്യാനും അത് കണക്ക് തന്നെ ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഷോക്സ് അബ്സോർബ് ചെയ്യാനും ഒക്കെ അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഷിയർ വാൾസ് ആയിരിക്കും. Framed walls designed to resist lateral loads. It used to resist wind and earthquake, extend over the full height of the building, located commonly in lift or staircases, act like a vertical cantilever beam. ഈ കാന്റിലിവർ ബീം എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ കാന്റിലിവർ ബീം എന്താണ് എന്നൊക്കെയുള്ള നമ്മൾ 5th മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി ഈ ടേംസ് ഒക്കെ. ഇറ്റ് ക്യാരീസ് ലാറ്ററൽ ലോഡ് ടു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ലോഡ് ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഷിയർ വാൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ട്രക്ചറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹൈ റൈസ് ബിൽഡിങ്സിനകത്ത് ഷിയർ വാൾസ് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മളത് ലൊക്കേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനകത്ത് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. So moving on to our next topic, skyscraper. Skyscraper എന്നൊക്കെ പേര് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്താണ്? Continuously habitable high-rise building over 40 floors and taller than 150 meter. Height over 40 floors and taller than 150 meters. ഇനി നമുക്ക് സൂപ്പർ ടോൾ സ്കൈസ്ക്രേപ്പർ ഉണ്ട്, മെഗാ ടോൾ സ്കൈസ്ക്രേപ്പർ ഉണ്ട്. സൂപ്പർ ടോൾ സ്കൈസ്ക്രേപ്പർ മീൻസ് ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 300 meter. Mega tall skyscraper height greater than 600 meters. അപ്പോൾ super tall skyscraper and mega tall skyscraper. So നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തൊരു സ്കൈസ്ക്രേപ്പർ 1885 it was in Chicago with 10 stories and height 42 meters. So ഇപ്പം നമുക്കുള്ള ഏറ്റവും ഹയസ്റ്റ് ബുർജ് ഖലീഫയാണ് 828 meters. Shanghai Tower 632, Abraj Albad Tower, clock tower ആണ് 601 ഹൈറ്റിൽ. ഇനി സ്കൈസ്ക്രേപ്പേഴ്സിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് ഫ്രെയിംഡ് ട്യൂബ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അതാണ്ട് ഈ കൊടുത്തിരിക്കുന്നതാണ് ഫ്രെയിംഡ് ട്യൂബ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്നത് ബീമും കോളവും അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സ്കൈസ്ക്രേപ്പർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈറ്റ് മോർ ദാൻ 42 meters. അപ്പൊ ഈ ഹൈറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? വിൻഡിന്റെ എഫക്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിൻഡിന്റെ എഫക്ട് വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് എന്താ സംഭവിക്കുന്നതെന്നും ഇതിനകത്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്. ദ ലോഡ് ആക്ട് ചെയ്യുന്ന പോർഷൻ എന്ത് ചെയ്യും? ദർ വിൽ ബി ആൻ ഇലോങ്ങേഷൻ അറ്റ് ദാറ്റ് പോർഷൻ. ഇതാണ് ടെൻഷൻ. ഇപ്പുറത്തെ പോർഷനിൽ ഒരു കംപ്രഷൻ. ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ എലമെന്റ്, ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് സ്ട്രക്ചറൽ എലമെന്റ്സ്. ഈ പറയുന്ന ഇലോങ്ങേഷനും അത് കണക്ക് തന്നെ ഇലോങ്ങേഷനും കംപ്രഷനും ഒക്കെ വെച്ചാൽ ഇറ്റ് മേ ബി 0.001 mm, വളരെ ചെറിയൊരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിനകത്ത് ചിലപ്പോൾ ഈ പറയുന്ന ചെറിയ വേരിയേഷൻസ് ഒക്കെ ചിലപ്പോൾ ഷേക്സ് ഒക്കെ കോസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിന്റെ കൺസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ ഫ്രെയിംഡ് ട്യൂബ് കൺസ്ട്രക്ഷൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിനൊക്കെയാണ് ഇറ്റ്സ് എ കോളം ബീം അറേഞ്ച്മെന്റ് ആണ്. ഇപ്പോൾ ഫുൾ ആയിട്ട് കോളം ബീം അറേഞ്ച്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. So closely spaced column located at periphery of the building. So deep beam connects columns behave like a perforated box. Deep beams. So beams ന്റെ height കുറച്ച് കൂടുതലായിരിക്കും. ഇനി ട്യൂബ് ഇൻ ട്യൂബ്. ട്യൂബ് ഇൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്കാനെ നമുക്ക് എന്താണ് ഫ്രെയിംഡ് സ്ട്രക്ചർ പോലെ ഫുൾ ബീമും കോളവും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ സെന്ററിൽ ഒരു വലിയൊരു കോളം ഉണ്ടാവും, കോർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ ഫുൾ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ബിൽഡിങ്ങിന്റെ സെന്ററിൽ ഒരു ഹ്യൂജ് കോളം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ട്യൂബ് ഇൻ ട്യൂബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബിക്കോസ് വിൻഡ് ലോഡൊക്കെ വന്നു കഴിയുമ്പോൾ
ചിലപ്പോൾ നമുക്ക് ഈ പുറത്തൊക്കെയുള്ള ബീംസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സെന്ററിലുള്ള ഹ്യൂജ് കോർ അതൊരു വലിയ കോൺക്രീറ്റ് കോളം ആയിരിക്കും. ആ കോളം എന്ത് ചെയ്യും? ഈ ബിൽഡിങ്ങിനെ ഷെയ്ക്ക് ചെയ്യുന്നൊക്കെ അത് അബ്സോർബ് ചെയ്യും. അതാണ് ട്യൂബ് ഇൻ ട്യൂബ് കൺസ്ട്രക്ഷൻ. പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് സർ. Yes, sir. സോ നെക്സ്റ്റ് വൺ, ബണ്ടിൽഡ് ട്യൂബ്. ബണ്ടിൽഡ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടം ടു ടോപ്പ് എന്താണ്, ഒരേ അറേഞ്ച്മെന്റ് അല്ല വരുന്നത്. സോ എന്ത് ചെയ്യും? സെക്ഷൻസിനകത്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതാണ് ബണ്ടിൽഡ് ട്യൂബ് അറേഞ്ച്മെന്റ്. പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ് കംപ്രൈസസ് ഓഫ് സെവറൽ പെർഫറേറ്റഡ് ട്യൂബുലാർ സെൽസ്. അപ്പോൾ താഴത്തെ ഉള്ള കോളം ബീം അറേഞ്ച്മെന്റ് അല്ല മുകളിലേക്ക് വരുമ്പോൾ, ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോഴും അങ്ങനെയല്ല, എന്താണ് ചേഞ്ചസ് വരുന്നുണ്ട്. അതാണ് ബണ്ടിൽഡ് ട്യൂബ്. So characterized as an assemblage of individual tubes which resist in multiple cell tubes. So a column beam arrangement throughout the structure. So ഇതാണ് സ്ട്രക്ചറിന്റെ വ്യൂ ആണ്. ഓക്കെ ആണോ ഇത്രയും പറഞ്ഞത്? Yes, sir. ബാക്കിയുള്ളവരൊന്നും കേൾക്കുന്നില്ലേ? ഒന്ന് രണ്ട് പേരൊക്കെ Yes, sir. സംസാരിക്കുന്നുള്ളൂ. Yes, sir. Yes, sir. Okay, സർ sir. കുഴപ്പമില്ല സർ. സോ നെക്സ്റ്റ് വൺ, ബട്രസ്. സോ ബട്രസ് നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന്. നമുക്ക് വാൾസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുകയാണ്. അതാണ് ബട്രസ്. A buttress is an architectural structure built against a projecting from a wall which serve to support reinforced wall. A buttress is made up of a stone or a brick. അപ്പോൾ നമുക്കൊരു വാളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ആണ് ബട്രസ് എന്ന് പറയുന്നത്. ബട്രസ്. സോ ഇത് നമ്മൾ യൂഷ്വലി ഇതാണ്ടേ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിനാണ് കൊടുക്കുന്നത്. ഇതൊരു ഡാം ആണ്, ബട്രസ് ഡാം. അപ്പോൾ ഡാമിൽ എന്താണ്, ഈ സൈഡിൽ നിന്ന് വാട്ടറിന്റെ പ്രഷർ ഭയങ്കര കൂടുതലായിട്ട് വരും. അപ്പോൾ വാട്ടറിന്റെ പ്രഷർ ഈ വോളിൽ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ വോളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബട്രസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബട്രസ് ഡാം. ഈ ബട്രസ് റീറ്റെയിനിങ് വോൾ. റീറ്റെയിനിങ് വോൾ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ സൈഡ് ഫുള്ള് സോയിൽ ആയിരിക്കും, ആ സോയിലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു വോൾ ആയിരിക്കും. അതാണ് റീറ്റെയിനിങ് വോൾ. ടു റീറ്റെയിൻ എ സ്ട്രക്ചർ അല്ലെങ്കിൽ റീറ്റെയിൻ സോയിൽ. അപ്പോൾ ആ റീറ്റെയിനിങ് വോൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ നിന്ന് സോയിലിന്റെ പ്രഷർ ഫുൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ, വോളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ബട്രസ് ഉണ്ടാവും. ഒരു വോളിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ബട്രസ്. അപ്പൊ യൂഷ്വലി അത് റീറ്റെയിനിങ് വോൾസിൽ പ്രൊവൈഡ് ചെയ്യും, ഡാമിൽ പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ചില സ്ട്രക്ചേഴ്സിനകത്ത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ബട്രസസ് കൊടുക്കാറുണ്ട്. ഇനി ഒരു ആർച്ച് ഡാം ആണ്. അപ്പൊ നമ്മൾ ആർച്ചസ് ഒക്കെ പഠിച്ചു. ആർച്ചസ്, ബ്രിഡ്ജിനകത്ത് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സാധനം ആർച്ചാണെന്നും പറഞ്ഞു പഠിച്ചു. അപ്പോ ഇടുക്കി ആർച്ച് ഡാം കണ്ടിട്ടും ഉണ്ടാവും, കേട്ടിട്ടും ഉണ്ടാവും. അവിടെ എന്താണ് നമ്മൾ ആർച്ച് കൊടുക്കാൻ കാര്യം? സോ ഇതാണ്ടേ രണ്ട് മലകൾക്കിടയിലാണ്, ഇതൊരു കുന്നും ഇതടുത്ത കുന്നും, ഇതിന്റെ ഇടയിലാണ് നമ്മൾ വാട്ടറിനെ തടഞ്ഞു നിർത്തി ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാം, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആർച്ച് ഡാം ആണ്. ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ ആയിട്ട്, ഈ രണ്ട് കുന്നുകൾക്കിടയിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മളൊരു സ്ട്രക്ചർ ഡാം കൺസ്ട്രക്ട് ചെയ്തിരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ വാട്ടറിന്റെ പ്രഷർ വന്ന് ഇവിടെ ഇടിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് പുഷ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്, ബെൻഡിങ് കൂടുതലായിരിക്കും, നേരത്തെ പറഞ്ഞ കണക്ക്. പക്ഷെ ഇതെന്താണ്, വാട്ടറിന്റെ പ്രഷർ വന്ന് അടിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ രീതിയിലെ ബെൻഡിങ് വരത്തുള്ളൂ. ബെൻഡിങ്ങിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ആർച്ച് എന്ന സ്ട്രക്ചറിന്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആർച്ച് ഡാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർച്ചിന് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ക്ലിയർ ആണോ എല്ലാവർക്കും? Clear ആണ് sir. Yes, sir. Yes, sir. നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു അസൈൻമെന്റ് നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് എന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും? Prepare any one case study from modern architecture for the following structural forms.
സോ മോഡേൺ ആർക്കിടെക്ചർ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സ്ട്രക്ചർ കിട്ടും ആർച്ചസിന്റെ, വോൾട്ടിന്റെ, ഡോമിന്റെ, സസ്പെൻഡഡ് സ്ട്രക്ചേഴ്സ്. സസ്പെൻഡഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ നിങ്ങളൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. സസ്പെൻഡഡ് സ്ട്രക്ചേഴ്സ് സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ട്രസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ബിൽഡിങ്ങിന്റെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ റൂഫ് ട്രസ്, സ്കൈ സ്ക്രേപ്പേഴ്സ് ആൻഡ് ബട്രസസ്. സർ ഈ ഫേമസ് ബിൽഡിങ്സ് ഒക്കെ അല്ലേ, ബിൽഡിങ്സും ബ്രിഡ്ജസും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് എടുത്താൽ മതി. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കൂടി പറഞ്ഞേ. കേട്ടില്ല. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ 31 സബ്മിറ്റ് ചെയ്താൽ മതി, December 31. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ സർ. അപ്പോ നിങ്ങൾ 1 പേജ് ആർച്ചിന്റെ ഒരു എക്സാമ്പിൾ 1 പേജ് വിത്ത് നീറ്റ് സ്കെച്ച്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് മതി, ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ അതിന്റെ സ്ട്രക്ചറൽ കമ്പോണൻസ്, നിങ്ങളൊരു ഫിഗർ വരയ്ക്കുക, അതിനകത്ത് പാർട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ പാർട്സ് കിട്ടും. അപ്പൊ ഞാൻ ആർച്ചസ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആർച്ചസിന്റെ പാർട്സ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പൊ അതേ കണക്ക് ജസ്റ്റ് ആ ഫിഗർ വരയ്ക്കാൻ അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ മാത്രം മതി. കേട്ടില്ല. ഒരു എക്സാമ്പിൾ ഓരോന്നിനും ഒരെണ്ണം മതി, എല്ലാത്തിന്റെയും ഓരോന്നും വെച്ച് മതി. അമൽ സർ, ഈ സാർ പറഞ്ഞ് ആർച്ചേഴ്സിന്റെ ഒക്കെ എക്സാമ്പിൾ വരയ്ക്കണമെന്ന്, ലൈക്ക് അത് സാർ എങ്ങനെ, അത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണോടോ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കാണിക്കണോ നമ്മൾ അത് വരച്ച്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു സ്ട്രക്ചർ. ഇപ്പം ഞാൻ പറഞ്ഞു സസ്പെൻഡഡ് സ്ട്രക്ചേഴ്സ് പറഞ്ഞു. സസ്പെൻഡഡ് സ്ട്രക്ചേഴ്സ് പറഞ്ഞപ്പോൾ യു ക്യാൻ ഡ്രോ ഫ്രം ഒരു പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് എഴുതുക. അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽസ്, അതിന്റെ ഫിഗേഴ്സ് കിട്ടുവാണെങ്കിൽ ഫിഗേഴ്സും പാർട്സും. അതെയാണ്. നിങ്ങൾക്ക് റോൾ നമ്പേഴ്സ് കിട്ടിയായിരുന്നോ? ഇല്ല സർ. ഓക്കെ, കുഴപ്പമില്ല. A4 സ്കെച്ച് ബുക്കിന് ചെയ്താൽ മതിയോ? വേണ്ട, അത് നോർമൽ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക് നമുക്ക് 3rd മോഡ്യൂൾ മുതൽ പ്രോബ്ലംസ് ഉണ്ട്. 3rd മോഡ്യൂൾ അല്ല, 4th മോഡ്യൂൾ മുതൽ 4, 5, 6 പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നോട്ട്ബുക്ക് വേണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നായിരുന്നു, നോക്കിയാൽ കാണാം പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ ആദ്യത്തെ 3 മോഡ്യൂളിൽ നമുക്ക് ജസ്റ്റ് സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. 4th, 5, 6 നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും ഓൺലൈൻ ആയതുകൊണ്ട്, മറ്റേതാണെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞു തരായിരുന്നു. അപ്പോൾ നോട്ട്ബുക്ക് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണം. ആ നോട്ട്ബുക്കിന്റെ ഒരു പോർഷൻ, ഒരു സൈഡിലേക്ക് നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതുക, അടുത്ത സൈഡിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് എഴുതുക. ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ. സോ നിങ്ങൾ ഇതിനകത്ത് ഫുൾ നെയിം ആയിട്ട് ടൈപ്പ് ചെയ്തിടണേ. ആഷൻ വിനോദ് പുതിയ സ്റ്റുഡന്റ് ആണോ? എന്നാ ജോയിൻ ചെയ്തേ? വെള്ളിയാഴ്ച ജോയിൻ ചെയ്തത്. ഓക്കെ. ഡേവിഡ് പോൾ പുതിയ സ്റ്റുഡന്റ് ആണോ? പുതിയ സ്റ്റുഡന്റ് ആണ് സർ. എന്നാ ജോയിൻ ചെയ്തേ? ഫ്രൈഡേ. ലക്ഷ്മി ഗ്ലാഡ്വിൻ ബിജു.
മീഥു എം അനിൽ പ്രസന്റ് ആണോ? അല്ല സർ. ഓക്കെ. നസിയ പ്രസന്റ് ആണോ? സൽവ സെയിൻ പുതിയ സ്റ്റുഡന്റ് ആണോ? അതെ സാർ. 1 വീക്ക് ആയി. 1 വീക്കായി. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് സാറ് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ. Hello, sir. 1 second. നസിയ ബി വി പ്രസന്റ് ആണോ? സർ ക്ലാസ്സിലുണ്ടായിരുന്നു. കണക്ടിവിറ്റി കാരണം ലെഫ്റ്റ് ആയതാ. ഓക്കെ ഓക്കെ ഓക്കെ. ആരായിരുന്നു ചോദിച്ചേ? എന്താ സർ? Sir, ഞാൻ ഇപ്പൊ ആരും അത് ഡൗട്ട് ചോദിക്കാം. പറഞ്ഞോ. അല്ല സർ, എന്റെ നെയിം വിളിച്ചിരുന്നു. നെയിം വിളിച്ചില്ല. ഞാൻ നെയിം ലിസ്റ്റുമായിട്ട് ചെക്ക് ചെയ്തായിരുന്നു എല്ലാരും ഉണ്ടോന്ന്. പേര് വിളിച്ചു. കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അറ്റൻഡൻസ് എടുത്തൊന്നും അറിയില്ല. ഞാൻ ഇപ്പഴാ അറ്റൻഡൻസ് എടുത്തേ. പേര് വിളിച്ചില്ല, അല്ലാതെ ചെക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ സർ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം.